ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്രാവ് മുളകിട്ട് വറ്റിച്ചതാണ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി, ഒരു പീസ് ഇഞ്ചി, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ ഞാൻ കുറച്ച് ആവശ്യത്തിന് പുളിവെള്ളം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറുള്ളി ചേർക്കണ്ടെങ്കിൽ ചെറുള്ളി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ വലിയ ഉള്ളിയാണ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഞാനിത് കൈവച്ച് നന്നായി തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്രാവ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. സ്രാവ് കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 1/4 മണിക്കൂർ ഞാനിത് മാറ്റി വെക്കും. അപ്പം ഈ മീനിൽ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പിടിക്കും. അതിന് ശേഷം ഞാനിത് ഗ്യാസിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3-4 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മീൻ ഒക്കെ വറ്റി ഒന്ന് വന്നിട്ടുണ്ട്. നമുക്കിതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി ഇതിലെ വെള്ളം ഒന്ന് വറ്റണം, നല്ല വരട്ടിയെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി വറ്റാണ്ട്, അതുകൊണ്ട് നമുക്കൊന്നും കൂടി അടച്ച് വെക്കാം. അപ്പം നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം ഒന്നും കൂടി തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറ്റി നല്ല ഇതായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് ഓഫാക്കുമ്പോൾ ഒന്നുകൂടി ഇതിൽ കിടന്നൊന്ന് പറ്റി വരും. അപ്പം നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ സ്രാവ് മുളകിട്ട് വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.